സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അഗൈൻ ഒരു റിവ്യൂ ആണ്. നമ്മൾ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ റിയാക്ഷൻ ആണ്. നമ്മുടെ റെയ്ഡ് 2 ഒരു ഹിന്ദി പടമാണ് അജയ് ദേവൻ്റെ. സോ അത് ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റിയാക്ഷനാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നമ്മളും അത് എക്സ്പെക്ട് ചെയ്ത് പെട്ടെന്ന് വന്ന ഒരു ടീസറാണ്. സോ റെയ്ഡ് 2018 ഉള്ള ഒരു മൂവി റെയ്ഡ്. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതൊരു അജയ് ദേവൻ്റെ ഒരു ഹൈ പെർഫോമൻസ് മൂവിയായിരുന്നു അത്. സോ അതേ റെയ്ഡ് 1 എന്തുവായിരുന്നു, സ്വാഭാവികമായിട്ടുള്ള ഒരു ഇൻകം ടാക്സ് ഓഫീസർ ഒരു പൊളിറ്റീഷ്യൻ്റെ അടുത്ത് വീട് റെയ്ഡ് ചെയ്യുന്നതായിട്ടും അതിൽ കുറേ കാര്യങ്ങൾ അവർ സ്വർണം കാര്യങ്ങളൊക്കെ റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന, സ്വർണവും പൈസയൊക്കെ റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറിയാണത്. 1980s നടന്ന ഒരു റിയൽ റെയ്ഡ് സ്റ്റോറി, ഒരു മൂവിയായിരുന്നു അത്. അതേ സിമിലർ കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ടീസർ കണ്ടിട്ട് ബാക്കി പറയാം. जी टैक्स का मामला फाइन देकर तभी के तभी सुलझाया जा सकता था। क्या जरूरत थी एक सरकारी ऑफिसर के लिए राजा जी की फौज बुलाने की? किसका नाम ले लिया सुबह सुबह? पता नहीं किसकी जिंदगी झंड कर रहा होगा पटनायक को। അത് ഇതുകൂടെ കണക്ട് ചെയ്യും. 75वीं रेड डाल रहा है दादा भाई के घर में। ये पांडव कब से चक्रव्यूह रचने लगे हैं? मैंने कब कहा कि मैं पांडव? मैं तो पूरी महाभारत। ടീസർ കണ്ടിട്ട് ഒരു ഫ്രഷ് ഫീൽ വരുന്നുണ്ട് സ്റ്റോറി അല്ലേ. അതൊരു എന്താ പറയാ, അജയൻ ഭയങ്കര ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു റിയൽ കംബാക്ക് ആയിരിക്കും കണ്ടത്. കാരണം ഹോളിവുഡിൽ ഇപ്പം ഇറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പടവും ഇത്തിരി ഹൈപ്പ് കൊടുത്ത് ഇത്ര കോടി, 1000 കോടി 2000 കോടി എന്ന് പറഞ്ഞിട്ട് അത്ര ഒരു ഇമ്പാക്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഹോളിവുഡിനെ ഒന്ന് കരകയറ്റാൻ പറ്റുന്ന ഒരു പടമായിരിക്കും ഇത്. എന്താണ് നമ്മുടെ ബോളിവുഡിനെ ഒന്ന് കരകയറ്റാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും ഇത്. പിന്നെ റിതീഷ് ദേശ്മുഖ് വില്ലനാണ്. അജയ് ദേവന് പറ്റിയ വില്ലനായിരിക്കും ഇതിൽ, ഒപ്പത്തിനൊപ്പം നിൽക്കും മിക്കവാറും. പിന്നെ ഇതിലും എനിക്ക് തോന്നുന്നു അജയ് ദേവന്റെ വീടൊക്കെ റെഡി ചെയ്യുന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഇതിലും. ഫുൾ ടീമിനൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ നോർമലി ആ ഒരു ഇതിനകത്ത് കാണിക്കുന്ന ഒരു കോമൺ മാൻ്റെ ഒരു വോയിസ് റേസ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതേ കൺസെപ്റ്റ്. പിന്നെ എന്തോ ഒരു കണക്ട് ചെയ്യാതെ നോക്കുന്നുണ്ട് റെയ്ഡ് 1ഉം റെയ്ഡ് 2ഉം എന്ന് പറയാം. അതിന്റെ ഫസ്റ്റ് റെയ്ഡ് 1ലുള്ള ആൾക്കാരെ കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും കഥ എന്തായാലും ഓബിയസ്ലി. ഇപ്പം എന്താണേലും ഇതിൻ്റെ പ്രോപ്പർ ട്രെയിലർ നമുക്ക് അടുത്ത മാസം പ്രതീക്ഷിക്കാം. കാരണം എന്തായാലും മെയിൽ റിലീസ് ആയതുകൊണ്ട്. സോ അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു കുറച്ചും കൂടെ ഐഡിയ കിട്ടും ഇതെങ്ങനെയായിരിക്കും പടം. ടീസറിൽ അജയ് ദേവനെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മൂവിയിൽ റിതീഷ് ദേശ്മുഖ് നല്ല അടിപൊളി വില്ലനായിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് ഒരു ക്ലൂ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ടീസർ ഇറക്കിയേക്കുന്നത്. നല്ല സ്ട്രോങ് ഒരു ക്യാരക്ടർ തന്നെ ഇപ്പോഴും അജയുടെ ഒരു ടീസറിൽ കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്താണേലും നമ്മുടെ ട്രെയിലർ വരുമ്പോൾ ഒരു റിയാക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇങ്ങനെയാണ്. എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ് റെയ്ഡ് 2 വരുന്നത് കേട്ടപ്പോൾ. 7 വർഷത്തിന് ശേഷം ഒരു മൂവി. റെയ്ഡ് 1 കഴിഞ്ഞിട്ട് ഇത്രയും ഒരു 7 വർഷം ഗ്യാപ്പ് എടുത്തു റെയ്ഡ് 2 വരാൻ. പക്ഷെ എന്നാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറി കിട്ടിയിട്ടായിരിക്കും അവർ ഇത് നല്ലതെന്നില്ല. അപ്പം നമുക്ക് എന്തായാലും എൻ്റെ ട്രെയിലർ വരുമ്പോൾ ബാക്കി കാണാം. ഓക്കെ, സോ ഗുഡ് ബൈ.